ഹായ് ഗായ്സ്, ഏവർക്കും വി എൻ ഷൈൻ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ഫിലിം റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉടനെ റിവ്യൂ ചെയ്യാതിരുന്നതാണ്, കാരണം ഒരു ഫിലിമിനെ പറ്റിയിട്ട് ഇനി ഉടനെ ഒന്നും റിവ്യൂസ് ചെയ്യരുത് എന്നുള്ളൊരു കോടതി ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ റിവ്യൂ ചെയ്യാതിരുന്നത് ഈ ഒരു പടത്തിന്റെ. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടം ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു അതിന്റെ പേര്. പിന്നെ അത് മാറ്റിയിട്ട് ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാക്കി. എന്നിരുന്നാലും വളരെ ഒരു നമ്മുടെ രാജ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ച് തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്ന ആ സിനിമയിൽ. എന്നാൽ അതിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ ഓർക്കുക, ശരിയാണല്ലോ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയാണല്ലോ എന്ന് ഓർക്കുക. പക്ഷെ അതിൽ ഫസ്റ്റ് തുടക്കത്തിൽ കാണിച്ച ഒരു കാര്യത്തിനോടൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏഹ് അതെന്താന്ന് വെച്ചാൽ ഒരു അമ്പലത്തില് ഫിഷിങ് ചെയ്തിട്ട് അത് പൊരിച്ചിട്ട് അമ്പലത്തിൽ സമർപ്പിക്കുന്നതായിട്ട് അങ്ങനെ ഒരു ചടങ്ങൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ അത് മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി കഥേന്റെ ആ ഒരു ശരിക്കുള്ള തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അതായത് ഇപ്പോ ഈ പോപ്പുലേഷനെ സംബന്ധിച്ച് ഇപ്പൊ ഓരോ വന്ധീകരണ പ്രവർത്തികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്ധീകരണം ചെയ്യുന്നത്, അതായത് സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കാണ് വന്ധീകരണം ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലത്. അതായത് ആരോഗ്യപരമായിട്ട് അവർക്ക് കുറച്ചും കൂടി വീക്ക് ആവും സ്ത്രീകള്. പുരുഷന്മാർ ചെയ്യാനൊക്കെ അത്ര ഇഷ്യൂ ഇല്ല, അതായത് അത്രയും കാലം നമുക്ക് റെസ്റ്റോ കാര്യങ്ങളുടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തീമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ വന്ധീകരണം ചെയ്യുന്നവർക്ക് തന്നെ ബൈ മിസ്റ്റേക്ക് കൊണ്ട് ഫർദർ ആയിട്ട് പ്രശ്നങ്ങൾ വരുന്നതും ഒക്കെയാണ് ഈ ഒരു കഥയുടെ തീം. ആ തീം മാത്രമാണ് ഞാൻ പറയുന്നത്, കാരണം കഥ മൊത്തമായിട്ട് പറഞ്ഞാൽ ശരിയാവില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ലൊരു മൂവിയാണ്. എനിവേ ഇതിന്റെ ഡയറക്ടേഴ്സിനും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർക്കും ഒക്കെ ഏറ്റവും നല്ലൊരു കൺഗ്രാറ്റ്സ് ഞാൻ നൽകണം. കാരണം നല്ലൊരു ടോപ്പിക്, നമ്മൾ വിചാരിക്കാത്തൊരു ടോപ്പിക്കാണ് അവർ ഈ സിനിമയിൽ എടുത്തിരിക്കുന്നത്. എനിവേ ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന പടം അധികം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും ഇതിലൂടെ അറിഞ്ഞ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ച് എല്ലാവരും പോയി കാണുക. ഓക്കെ, നല്ലൊരു മൂവിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുടെ റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അറിവുമായിട്ടോ ഞാൻ എന്തായാലും വരുന്നതാണ്. നമ്മൾ അറിവ്, അതായത് ഒരു GK രീതിയിലുള്ള വീഡിയോസ് ആണ് ഭൂരിഭാഗം ചെയ്യാറ്. ഇപ്പൊ അടുത്ത് കുറച്ചായിട്ടുള്ള ഫിലിം റിവ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതും ഞാൻ എന്റെ അഭിപ്രായത്തിലാണ് പറയുന്നത്, എന്റെ പേഴ്സണൽ അഭിപ്രായത്തിലുള്ള കാര്യങ്ങളാണ്, അല്ലാതെ അതിന് ക്യാഷ് വാങ്ങിച്ചിട്ടോ അങ്ങനെയൊന്നല്ല ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കാണണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത്രയൊക്കെ പറയാനുള്ള ഒരു സിനിമയെ പറ്റിയിട്ട്. കാരണം കാതലായിട്ടുള്ള ഭാഗം പറയാം, അല്ലാതെ വലിച്ച് നീട്ടി അത് അങ്ങനെ ആക്കി ഇതിങ്ങനെ ആക്കി പറയേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് തോന്നിയത് അത് പറയാം. അപ്പൊ ആ രീതിയിലാണ് ഞാൻ ഈ പടത്തിന്റെ പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു മൂവിയാണ്, എന്റർടൈനർ ആണ്, ചിരിക്കാനും കുറെ ഉണ്ട്, ചിന്തിക്കാനും കുറെ ഉണ്ട്. എനിവേ ഈ ഒരു ടീം വർക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകാണ്. നന്നായിട്ടുണ്ട്. അമ്പലത്തിന്റെ ഭാഗം ഒഴിച്ചിട്ട് കേട്ടോ. കാരണം വേറെ ഒന്നല്ല, ഇവിടെ മതത്തിന്റെ കാര്യം ഒന്നല്ല ഞാൻ പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മീൻ ഊട്ടുണ്ട്, അതായത് മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ചില അമ്പലങ്ങളില്. അതൊരു ചടങ്ങായിട്ട് തന്നെ ഇത് മത്സ്യം പിടിച്ചിട്ട്, അതായത് ആ ഒരു ദേവന്റെ പ്രതിഷ്ഠ വെച്ചിരിക്കുന്ന തൊട്ടടുത്ത് തന്നെ മത്സ്യം പിടിച്ചിട്ട് പൊരിച്ചു കൊടുക്കുന്ന കാണിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു അമ്പലം ചെയ്യുന്നതായിട്ട് എന്റെ അറിവില്ല. അപ്പം ഇതിന്റെ തീമൊക്കെ കൊള്ളായിരുന്നു, ഈ എക്സെപ്റ്റ് ദിസ്. ഓക്കെ, എനിവേ പുതിയ നല്ല മൂവീസുമായിട്ട് നിങ്ങളുടെ ടീം വീണ്ടും വരിക. എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും കാണാത്തവർ, ഈ സിനിമ കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടുക. ഓക്കെ, ബൈ.